ജാർഖണ്ഡിലേക്ക് ആ നിധി എന്ന കുഞ്ഞിനെ കൊണ്ടുപോകുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. എന്തായാലും വളരെ വളരെ നല്ല രീതിയിൽ കുഞ്ഞിനെ നോക്കിയും ഇനി ജാർഖണ്ഡിലെ CWCക്ക് ഈ കുഞ്ഞിനെ കൈമാറാനുള്ള നടപടിയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ദൃശ്യമാണ്. നമുക്കൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയ അമ്മ ഇതൊക്കെ കാണുന്നുണ്ടാകുമോ എന്നാണ് എൻ്റെ സംശയം. ആൻമരിയ സണ്ണി നമുക്കൊപ്പം ശരിയാണ്. ആൻമരിയ, അവിടെ നിന്നുള്ള സന്തോഷ വിവരങ്ങൾ. വളരെ സങ്കടം നിറഞ്ഞ ഒരു നിമിഷമാണ്. അതായത് കേരളക്കര ചേർത്ത് പിടിച്ച കേരളത്തിന്റെ വളർത്തുമകളാണ് ജാർഖണ്ഡിലേക്ക് പോകുന്നത്. അത് മാതാപിതാക്കൾ ഉപേക്ഷിച്ച ഈ കുഞ്ഞിനെ നിധി എന്നുള്ള പേര് നൽകി സർക്കാർ ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലാണ് കുഞ്ഞിന് നിധി എന്നുള്ള പേര് നൽകുന്നത്. പിന്നീട് കുഞ്ഞിന്റെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുത്ത് പൂർണ്ണ ആരോഗ്യവതിയായി കുഞ്ഞിപ്പോ ജാർഖണ്ഡിലേക്ക് പോവുകയാണ്. വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷം കൂടിയുണ്ട്. കാരണം സ്വന്തം നാട്ടിലേക്ക് കുഞ്ഞിനെ യാത്ര അയക്കുകയാണ്. ജാർഖണ്ഡ് സ്വദേശികളുടെ മകളാണത്. അതുകൊണ്ട് തന്നെ ജാർഖണ്ഡ് കൾച്ചറിൽ വളരണം എന്നുള്ളത് സർക്കാരിന്റെ തീരുമാനമായിരുന്നു. അത് CWCയുടെ തീരുമാനമാണ്. അതുകൊണ്ടാണ് ജാർഖണ്ഡ് CWCക്ക് കുഞ്ഞിനെ കൈമാറാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അത് സന്തോഷത്തോടു കൂടി ആ കുഞ്ഞു നിധി നമ്മളോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ജാർഖണ്ഡിലേക്ക് മടങ്ങുകയാണ്. എല്ലാവരുടെയും മുഖത്ത് നമുക്ക് ആ ചിരി കാണാനായിട്ട് സാധിക്കും. കാരണം ആ കുഞ്ഞിനെ മരണത്തിൽ നിന്ന് ഇവർ വീണ്ടെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പൂർണ്ണ ആരോഗ്യവതിയായിട്ടാണ് ജാർഖണ്ഡ് CWCക്ക് കുഞ്ഞിനെ ഇപ്പോൾ കൈമാറാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ കുഞ്ഞിനെ അവർ ഏറ്റെടുക്കുമ്പോൾ ആ ഒരു നിമിഷം മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് അവർ തിരികെ കൊണ്ടുവരുമ്പോൾ അവർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല തിരികെ CWCക്ക് അല്ലെങ്കിൽ ജാർഖണ്ഡിന് തിരികെ നൽകണമെന്ന് ചിലപ്പോൾ അവർ ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ ഈ ഇത്രയും കാലം ഈ ഒരു മാസക്കാലം ഈ കഴിഞ്ഞൊരു മാസക്കാലം ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന ആ സമയത്ത് ആ കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടാകുന്നു കഴിഞ്ഞിട്ടില്ല. അതിലൊരു ചെറിയ വിഷമമുണ്ട്. നമ്മുടെ കുഞ്ഞുനിധി ജാർഖണ്ഡിലേക്ക് മടങ്ങുകയാണല്ലോ സാർ. ജാർഖണ്ഡിലേക്ക് മടങ്ങുകയാണ്. അഭിമാനം തോന്നുന്നു. കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് നമ്മൾ സേഫായിട്ട് കുഞ്ഞിനെ അവിടെ ഏൽപ്പിക്കുന്നു. ഒപ്പം ചെറിയ ദുഃഖമുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മൾ പൊന്നുപോലെ കൊണ്ടു നടന്ന നമ്മുടെ കേരളത്തിന്റെ വളർത്തുമകളാണ്. അവിടുത്തെ CWC ആണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. മാതാപിതാക്കൾക്ക് കൈമാറാൻ തന്നെ ആയിരിക്കുമോ തീരുമാനം? അല്ല, അവിടുത്തെ CWC പരിശോധിക്കണം. കുട്ടിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് പേരന്റ്സിന് കൈമാറണം. അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ നമുക്ക് നേരിട്ട് കുട്ടിയെ പേരന്റ്സ് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു ഘട്ടത്തില് പേരന്റ്സ് കുട്ടിയെ ഉപേക്ഷിച്ച് പോയ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥർക്കും ചെറിയ വിഷമമുണ്ട്. അതോടൊപ്പം തന്നെ അഭിമാനവുമുണ്ട്, സന്തോഷവുമുണ്ട്. അത് അവർ ആ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി അവരുടെ മുഖത്ത് നമുക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ കുഞ്ഞുനിധി ഇവിടെ വന്നിരുന്ന ആ നിമിഷങ്ങൾ എല്ലാവരും ഓരോരുത്തരായി ആ കുഞ്ഞിനെ കയ്യിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ സ്വന്തം മകളെ പോലെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച അത് തന്നെയാണ് ഈ ദിവസത്തെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാഴ്ചയും. അത് തന്നെയാണ് കഴിഞ്ഞ ജനുവരി 29-നാണ് ഈ കുഞ്ഞിനെ മാതാപിതാക്കൾ ഇവിടെ ഉപേക്ഷിക്കുന്നത്. പിന്നീട് സർക്കാർ ഏറ്റെടുക്കുന്നത്, ചികിത്സ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത്. ഇനി ജാർഖണ്ഡ് CWC ആണ് കുഞ്ഞിനെ കൈമാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.